എങ്ങനെയാണ് നമുക്ക് കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിന്, അതും പേരിനെങ്കിലും ഇടതുപക്ഷം എന്നുള്ള ഒരു കൂട്ടര് നയിക്കുന്ന സർക്കാരിന് മറ്റാരുമായിട്ടും ആലോചിക്കാതെ ഇതിൽ ഒപ്പുവയ്ക്കാൻ കഴിയുന്നത് വളരെ ദുരൂഹമായിട്ടാണ് തോന്നുന്നത്. പല സംസ്ഥാനങ്ങളും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചവരാണ്. 5-6 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അവരെല്ലാം ഇതിനോടൊപ്പം ചേരുകയും അതിൽ 1-2 സംസ്ഥാനങ്ങൾ മാത്രം മാറി നിൽക്കുകയും ചെയ്ത്. ഈ അടുത്ത കാലത്താണ് ഞാൻ വായിച്ചത് പഞ്ചാബ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയാണ്. നല്ല കാര്യം. ഈ വിദ്യാഭ്യാസ നയം കൊണ്ട് ആർക്ക് എന്ത് ഗുണം എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മുടെ ചെറുപ്പക്കാർ മുന്നിൽ വരേണ്ടതായിരുന്നു. പക്ഷെ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. ഇവിടെ ഏതാനും വാക്കുകളിൽ താര മാഡം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് കൊച്ചുകുട്ടികളെ. ഇവിടെ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് മാത്രം പറയുന്നത്. ലോവർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൈമറി ലെവലും സ്കൂൾ ലെവലും മെച്ചപ്പെടുത്താതെ എങ്ങനെയാണ് നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത്? ലോവർ ലെവലിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ അറിയണം. 9ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ നേരത്ത് ഞാൻ കാണുന്നത്, ഇപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഡെമോക്രാറ്റിക് പ്രോസസ്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്, ഇലക്ട്രൽ പ്രോസസ്സ് ഉണ്ട്. അതിൽ കുട്ടികളെ ഉദാഹരണ സഹിതം പഠിപ്പിക്കുന്നത് പർവേസ് മുഷറഫിനെ കുറിച്ചും പാകിസ്ഥാനെ കുറിച്ചുമാണ്. ആദ്യം തുടക്കം പർവേസ് മുഷറഫ് എങ്ങനെയാണ് അധികാരത്തിൽ വന്നതും എങ്ങനെയാണ് അവിടെ ഒരു മിലിറ്ററി കൂ നടന്നതും അദ്ദേഹത്തിനെ പുറത്താക്കിയതും, അത് കഴിഞ്ഞ് പിന്നെ ഒരു തരം പെട്ടെന്ന് യമൻ്റെയും സിറിയയുടെയൊക്കെ വാക്കുകളൊക്കെ ഇങ്ങനെ വരെയാണ് രാജ്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി ചിലപ്പോൾ ചോദിക്കും, എന്താ ഈ പാകിസ്ഥാൻ്റെ ഈ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് യമൻ്റെയും സിറിയയുടെയൊക്കെ പ്രത്യേകതകൾ? അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയും ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഞാൻ നല്ല ഡെമോക്രസികളായിട്ടുള്ള രാജ്യങ്ങളെക്കുറിച്ച് ഒരൊറ്റ പേര് പോലും അതിലില്ല ഉദാഹരണമായിട്ട്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് കുട്ടിയുടെ മനസ്സിലോട്ട് നമ്മൾ കുത്തി നിറയ്ക്കുന്ന എന്താ, ഹിറ്റ്ലറിൻ്റെ മെയിൻ കെഫിലൊക്കെ പറയുന്നത് പോലെ, മെയിൻ കെഫ് എന്നെ ഉദ്ദേശിക്കുന്ന അതാണ്. ആ ഒരു സംഗതി തന്നെ, എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ വെറുപ്പ് നമുക്ക് കുത്തി നിറയ്ക്കാം. അപ്പം ഹേറ്റാണ് നമ്മൾ കുട്ടിയിൽ ആദ്യം ഉണ്ടാക്കുന്നത്. എന്തിലേക്ക്? ഒരു കമ്മ്യൂണിറ്റിക്കെതിരായിട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് ഹെയ്റ്റ് എങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാം എന്നുള്ളതാണ് കുഞ്ഞു മനസ്സുകളിൽ നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ വിഷം. ഇത് തന്നെയാണ് ഹിറ്റ്ലറും ചെയ്തത്. പടിപടിയായിട്ട് ഹെയ്റ്റ് എന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിറ്റിയെ വെറുക്കുക, അത് നമ്മൾ ബോധപൂർവ്വം നമ്മൾ പഠിച്ചു വരികയാണ്. അതേസമയം ഇവിടെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുമുണ്ട് വിയോജിപ്പുമുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ചൈനയുടെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കാറുണ്ട്. ചൈനയുടെയും ഇന്ത്യയുടെയും എക്സാമ്പിൾ, ഒരുപക്ഷെ ജനസംഖ്യ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ആ ഒരു എക്സാമ്പിൾ പലപ്പോഴും എടുക്കുന്നത്. ചൈനയുടെ വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ചൈന എങ്ങനെ മുന്നോട്ട് പോയി എന്ന് നമ്മൾ നോക്കാൻ നേരത്ത് അവരുടെ ഭരണകൂടം, അവരുടെ ഭരിക്കുന്നത് ആര്, അത് നമ്മൾ പറയണം, പറയാതെ പോകരുത്. ആ ഭരണകൂടം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭരണരീതിയല്ല ഇന്ത്യയിലുള്ളത്. ഇങ്ങേറ്റ ഒരു ഞാൻ ഈ അടുത്ത കാലത്ത് ചൈനയുടെ ഒരുപാട് അധ്യാപകരുമായിട്ട് എനിക്ക് കണ്ടുമുട്ടാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നപ്പോൾ അവരിവിടെ 1-ാം സെമിനാറുകൾ നടത്തിയിരുന്നു നമ്മുടെ വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ ബാനറിൽ. അതിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത്, ഒരു സ്കൂളിൽ പോലും ക്ലാസ് നടക്കാൻ നേരത്ത് ഏറ്റവും പുറകിൽ ഒരാളുണ്ടാകും. ആ ഒരാളെന്ന് പറയുന്ന പാർട്ടി നിയോഗിക്കുന്ന ഒരാളാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, ചൈനയിലെ എല്ലാ പ്രോവിൻസുകളിലും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ റോൾ എന്താ? അനാവശ്യമായി എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയുക എന്നുള്ളതാണ്. അത് സർക്കാരിനെ അറിയിക്കുക. ഇതെന്നും നടക്കുന്ന ഒരു കാര്യമാണ് ചൈനയിലെ സ്കൂളുകളിൽ.
ഇതൊന്നും നമ്മൾ മറച്ചു വയ്ക്കുക. എന്താണ് സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്ത് ചൈനീസ് അധ്യാപകരാ. ഇത് കണ്ടില്ല നമ്മൾ പഠിക്കുന്നത്. ആ രീതിയിലാണ് അവർ കുട്ടികളെ മോൾഡ് ചെയ്യുന്നത്. അതൊരു വശം. മറ്റൊരു രസകരമായ ഞാൻ കാര്യം കണ്ടത്, ഇപ്പം ഇവിടെ 3 വയസ്സിന് തന്നെ നമ്മൾ ഈ കുട്ടികളെയൊക്കെ എഴുത്തും വായനയും എല്ലാം പഠിപ്പിക്കണമെന്നാണ്. ചൈനയിൽ അങ്ങനെയല്ല. അത് അവിടുത്തെ ഏറ്റവും നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നി. 3 വയസ്സായാലും, അല്ലെങ്കിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് 7 വയസ്സ് വരെയെങ്കിലും കുട്ടികൾ കളിച്ചും ചിരിച്ചും നടക്കുക. ഇത് തന്നെയാണ് നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും കാണുന്നത്. ഫിൻലൻഡിലാണ് ഏറ്റവും നല്ല പ്രൈമറി എഡ്യൂക്കേഷൻ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങൾ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു കാണിച്ചു തന്ന ഇതായിരുന്നു. കുഞ്ഞ് ചിലപ്പം എന്തെങ്കിലും ചെയ്യണം, മറിഞ്ഞു വീഴുന്ന. ഈ മറിഞ്ഞു വീഴാൻ അധ്യാപകരുണ്ട്. അധ്യാപകർ മാറി നിൽക്കുകയാണ്. കുഞ്ഞ് എന്ത് ചെയ്യുമെന്നാണ് അവർ നോക്കുന്നത്. ആരെങ്കിലും വരുന്നുണ്ടോ സഹായിക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞ് തനിയെ എണീക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ആദ്യം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ആദ്യം സിവിക് സെൻസ് പഠിപ്പിക്കുക. നമ്മളിവിടെ എവിടെയാണ് ഈ സിവിക് സെൻസ് പഠിപ്പിക്കുന്നത്? ഇത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ചൈനയെന്നൊക്കെ പറയാം. നമുക്കെന്താ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെടുത്താൽ അവിടെ ഇന്നും എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ആരോഗ്യരംഗം ഫ്രീ ആണ്. ഒരു കുഞ്ഞ് ജനിക്കാൻ നേരത്തെ തന്നെ സ്റ്റേറ്റാണ് ഏറ്റെടുക്കുന്നത്. ആ രീതികളെല്ലാം ഒന്നും നമ്മളിവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒന്നും നമ്മൾ കാണാറില്ല. നമ്മൾ ഇപ്പം പറയുന്ന എന്താ, പഴയതിലോട്ട് പോവുക എന്ന് പറയാൻ നേരത്തെ ഇന്നിപ്പോൾ UP-യിലും മധ്യപ്രദേശിലും നടക്കുന്ന ചില സമരങ്ങളുണ്ട്. അതേക്കുറിച്ച് നമ്മൾ പറയാറില്ല. UP-യിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് മോഡിയുടെയും യോഗിയുടെയും കോലങ്ങൾ കത്തിക്കുകയുണ്ടായി. UGC ചില നിബന്ധനകൾ കൊണ്ടുവന്നതിൻ്റെ പേരില്ല. UGC കൊണ്ടുവന്ന നിബന്ധന എന്താണ്? SC/STക്ക് കൊടുക്കുന്ന പരിരക്ഷ പോലെ OBCക്കും പരിരക്ഷ കൊടുക്കണം, when there are atrocities എന്നുള്ള ഒരു ക്ലോസ് കൊണ്ടുപോകും. അതിനെതിരായിട്ടാണ് സമരം അവിടെ നടക്കുന്നത്, UP-യിലും മധ്യപ്രദേശിലും. കർണിസേന എന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഏറ്റവും നൊട്ടോറിയസ് ആയ മേർഡറേഴ്സ് ആണ് അവരൊക്കെ. ആ കർണിസേനയൊക്കെ നയിക്കുന്നേ, ആ സമരം നയിക്കുന്ന ആരാണ്? സവർണരാണ്. ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ആന്റി മണ്ഡൽ റൈറ്റ്സ് ആണ്. ആന്റി മണ്ഡൽ റൈറ്റ്സിലും നമ്മൾ ഇതാണ് കണ്ടത്. അതേപോലൊരു സ്ഥിതിവിശേഷമാണ് ഇന്ന് UP-യിലും മറ്റുമൊക്കെ നടക്കുന്നത്. അപ്പം നമ്മളിത് കരുതിയിരിക്കുക. ഇവർക്ക് ഇവിടെ വരണമെങ്കിൽ, കേരളത്തിൽ വരണമെങ്കിൽ, അരുന്ധതി റോയ് പറഞ്ഞത് വളരെ ശരിയാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ഔട്ട് പോസ്റ്റ്. ഇതിനെ തകർക്കുക, ഈ കേരളത്തെയും നശിപ്പിക്കുക, നമ്മളെയും പുറകോട്ട് അടുപ്പിക്കുക. ഈ പറയുന്നതിനിടയിൽ തന്നെ ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ ഇവിടെ സെൻറ് തോമസിൽ കുറച്ച് നാൾ പഠിപ്പിച്ചിരുന്നു. ആ സെൻറ് തോമസിൽ ബീഹാറിൽ നിന്നൊരു പയ്യനുണ്ടായിരുന്നു. അവനാരും സ്പോൺസർ ചെയ്താണ് ഇവിടെ വന്ന് പഠിച്ചത്. വളരെ മിടുക്കനായ പയ്യൻ. അവൻ പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് നാട്ടിൽ പോയിട്ട് ആദ്യം ചെയ്തത് അവരുടെ ഗ്രാമത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂള് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അവനും അവൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ഡിസ്ട്രിക്ട് കളക്ടറെ പോയി കാണുന്ന അവിടെയുള്ള. പക്ഷേ ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞ് ഒരു പൈസ പോലും എനിക്ക് തരാൻ കഴിയില്ല, കാരണം ഞാൻ പൈസ തന്നാൽ ഇവിടുത്തെ ജന്മിമാർ എന്നെ ഇവിടെ ഇരുത്തില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത്, ഡെസ്കും ബെഞ്ചും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്ത്, ഇവിടുന്ന് ഞങ്ങൾ പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്ത്. അവനവിടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആ ഗ്രാമത്തിലെ ആദ്യത്തെ സ്കൂളാണ്. ഇത് 2017-18 ആദ്യത്തെ സ്കൂളാണ്. പെൺകുട്ടികൾ വരാൻ തുടങ്ങി. അപ്പോൾ അവൻ ആദ്യം നോക്കിയപ്പോൾ അവർക്ക് ശൗചാലയമില്ല. നമ്മളിവിടെ സ്വച്ഛ ഭാരതൊക്കെ പറയുമല്ല. ഈ സ്വച്ഛ ഭാരത് പറയാൻ നേരത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. എന്താണ്? ഇതെല്ലാം നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട്, സ്വച്ഛ ഭാരത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ. 3 മണിക്ക് ബീഹാറിൽ നിങ്ങൾ പോയ രാവിലെ, അതിരാവിലെ 3 മണിക്ക് സ്ത്രീകൾ റോഡിൽ നിരന്നിരിക്കുന്നതാണ്. വെളിക്കിറങ്ങുകയാണ്. കാരണവന്മാർ ദൂരെ നിൽക്കേണ്ടി വരും, എന്തും സംഭവിക്കാം. ഇതാണ് നമ്മുടെ ബീഹാർ, ഇതാണ് ഉത്തർപ്രദേശ്. അവിടെ ഉള്ളൊരു ബീഹാറിലാണ് ഈ ഒരു പയ്യൻ അവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കിയതും അവർ 3 പേര് ചേർന്ന് ഇന്നും ആ സ്കൂൾ നിലനിർത്താൻ അവർ പാടുപെടുകയാണ്. ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ കേരളം വിട്ടൊക്കെ നമ്മൾ ആലോചിക്കാൻ നേരത്താണ് ഈ NEP അല്ലെങ്കിൽ PM ശ്രീയുടെ പേരും പറഞ്ഞ്
നമ്മൾ എത്ര പുറകോട്ടടിക്കാം എന്നുള്ളതാണ് ഇവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ മൂത്രമൊക്കെ കുടിക്കുന്ന, ഗോമൂത്രവും മറ്റുമൊക്കെ കുടിക്കുന്ന ഒരാൾക്കാണ് പത്മശ്രീ കൊടുത്തതെന്ന്. അപ്പം അത് ഈ നാട്ടിൽ നടക്കും, ഇതുപോലെയുള്ള ഒരുപാട് പേർക്ക് കൊടുക്കും. പക്ഷെ നമ്മൾ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അവകാശമായിട്ട് കാണണമെന്ന് പറയാൻ നേരത്ത് അവിടെ അധികം പേര് വരാൻ പാടില്ല. അപ്പം ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, യു പിയുടെ എക്സാമ്പിൾ പറഞ്ഞത് സവർണ ലോബി എന്നും ഇതിനെതിരായിരിക്കും. അവരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഇതുപോലുള്ള NEP ആയാലും PM ശ്രീ ആയാലും പിന്നെ എന്തോ ഉഷയുടെ പേരൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല അതൊക്കെ എന്താണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള, ഈ കോഴ്സുകൾ പഠിക്കുന്നതിനെ കുറിച്ച് ഇപ്പം JNUവിലൊക്കെ ആവാൻ നേരത്ത് JNUവിൽ നമുക്ക് പല കോഴ്സുകൾ ഒരു സ്റ്റുഡൻറ്റിന് ഓപ്റ്റ് ചെയ്യാം. അതെല്ലാം നോൺ ക്രെഡിറ്റ് കോഴ്സുകളാണ്. അപ്പം ഞാനിപ്പം ഒരു സബ്ജക്റ്റ് ചേർന്ന് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് ചേർന്നാൽ എനിക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസും പോയി പഠിക്കാം, എനിക്ക് വേണമെങ്കിൽ ലാംഗ്വേജസ് പഠിക്കാം. അതെല്ലാം നോൺ ക്രെഡിറ്റ് കോഴ്സുകളാണ്. അതുപോലുള്ള രീതികൾ നമുക്ക് വരുന്നെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ഓർഗനൈസേഷനും ഈ സമരത്തിനും എല്ലാം എൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കും.